ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രൊസസ്സർ വെച്ചുകൊണ്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഉടനെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളാണ്. അതിൽ Iqoo 12ഉം 12 പ്രോയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ Iqoo 12ഉം 12 പ്രോയും ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ Iqoo 12 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. Iqoo 12 പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. Iqoo 12ൽ വരുന്നത് 6.78 ഇഞ്ച് AMOLED ഡിസ്പ്ലേയും 144 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും, അതുപോലെ 12 GB റാം, 16 GB റാം, 8 GB റാം, അങ്ങനെ 3 വേരിയൻറ്റിൽ ഇത് വരുന്നുണ്ട്. അതിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ 12 GB റാം 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 16 GB 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അങ്ങനെ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും, അതുപോലെ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Iqoo 12ൽ IP64 ആണ്, അതുപോലെ തന്നെ NFC അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് അതിൽ വരുന്നത്. ഡ്യുവൽ സിം നാനോ. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ വരുന്നത്. 50 മെഗാ പിക്സൽ, പിന്നെ 50 മെഗാ പിക്സൽ, പിന്നെ 64 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ക്യാമറ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. അതിൽ Iqoo 12ൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. Iqoo പ്രോയിൽ നോക്കുമ്പോൾ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസും അതുപോലെ റിഫ്രഷിംഗ് റേറ്റും ഒക്കെ 12ലും പ്രോയിലും സെയിം തന്നെയാണ്. പ്രോയിൽ ചാർജിങ് മാത്രം 200 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് 12 പ്രോയിൽ വരുന്നത്. ഈ രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രൊസസ്സറുമാണ് വരുന്നത്. അപ്പോൾ Iqoo 12ൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് പ്രൈസ് വരുന്നത് ഏതാണ്ട് 65K ആണ്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹൈ പ്രൈസാണ് ഈ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രൊസസ്സർ വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.